ഗുരുശിഷ്യബന്ധവും ഗുരുപാദ പൂജയും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് പണ്ട് പുരാതന കാലം മുതൽ നിലനിന്നിരുന്ന സമ്പ്രദായമാണ്. എങ്കിലും പാദം കഴുകുന്നതിലും പൂജ ചെയ്യുന്നതിലും അമ്മയ്ക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് ഓട കഴുകി വൃത്തിയാക്കുന്നതും മറ്റുള്ള കണ്ണീരൊപ്പി അവരുടെ ദുഃഖനിവൃത്തിക്ക് വേണ്ടി സഹായിക്കുന്നതുമാണ്. അവരുടെ മനസ്സുക്തിയും മക്കൾക്കുണ്ടാകട്ടെ എന്ന് പരമാത്മാവിനോടും മക്കളോടും തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരൻ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങൾക്കും കനിഞ്ഞു നൽകിയ അമൂല്യമായൊരു പൂങ്കാവനമാണ് ഈ ലോകം. അതിലെ സകല ജീവജാലങ്ങൾക്കും ശാന്തിയോടും സമാധാനത്തോടും ആരോഗ്യത്തോടും ജീവിക്കാനുള്ള സകല വിഭവങ്ങളും സമ്പത്തുകളും ഈശ്വരൻ ഇതിലൊരുക്കി. എടുക്കുന്നതിനൊപ്പം കൊടുക്കാൻ മാത്രം ഈശ്വരൻ കൽപ്പിച്ചു. ബാക്കി ആവോളം ആസ്വദിക്കാനും അനുഭവിക്കാനും ഈശ്വരൻ നമ്മളെ അനുഗ്രഹിച്ചു. ഈ പൂങ്കാവനവും അതിലെ വിഭവങ്ങളും കോട്ടം വരാതെ ഭംഗിയായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈശ്വരൻ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. പക്ഷേ ബുദ്ധിയും തിരിച്ചറിവുള്ള മനുഷ്യൻ ഈശ്വരനോട് കൂറുകാട്ടിയില്ലെന്ന് പറയേണ്ട അവസ്ഥ ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷെ ബുദ്ധിയും തിരിച്ചറിവില്ലാത്ത മറ്റ് ജീവജാലങ്ങൾ ഈശ്വരൻ്റെ ആജ്ഞ വരവണ്ണം തെറ്റിക്കാതെ അവരിപ്പോഴും അവരുടെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു. നമ്മളവരെയും കടന്ന് ആക്രമിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തേക്ക് നോക്കുമ്പോൾ കലാപങ്ങളും ഭീകരവാദങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളും ഭയാനമായി കൂടിവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പല രാജ്യത്തിലും സാമ്പത്തിക വ്യവസ്ഥ ഇടിഞ്ഞു വീഴുന്നു. കാലാവസ്ഥ വ്യതിയാനത്തിൽ പ്രഖ്യാതങ്ങൾ ലോകം മുഴുവൻ ഒന്നാകെ അനുഭവപ്പെടുന്നു. പട്ടിണി കൊണ്ട് ആയിരക്കണക്കിന് ഓരോ ദിവസവും 22,000 പേരും കുട്ടികൾ മരിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഇത്തരം വാർത്തകൾ ധാരാളം കേട്ട് ദിവസവും കേട്ട് ചെവി തഴമ്പിച്ചതുകൊണ്ട് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മറന്നു കളയാണ് പലരും ചെയ്യുന്നത്. നാവൻ തുമ്പിൽ ഒരുന്ന് അനുകമ്പ കൊണ്ട് മാത്രമായില്ല, നിഷ്കാമമായി സേവിക്കാൻ ഒരുക്കമുള്ള കൈകളാണ് ലോകത്തിന് ഇന്ന് ആവശ്യം. ഇരുട്ടിൻ്റെ തീവ്രത കണ്ട് പേടിച്ചാൽ നമുക്ക് എന്ത് മാറ്റം വരുത്താൻ സാധിക്കും? മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് സംശയിച്ച് മാറി നിൽക്കുകയല്ല നമുക്കിപ്പോൾ ആവശ്യം.